ഷവോമി അതിന്റെ പുതിയ ഇലക്ട്രിക് SUV ആയ YU7 പുറത്തിറക്കി വാഹന വിപണിയിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വിപണിയിലെത്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം 3 ലക്ഷം പ്രീ ഓർഡറുകളാണ് ഈ വാഹനത്തിന് ലഭിച്ചത്. ഇത് ഇലക്ട്രിക് വാഹന രംഗത്തെ ഭീമനായ ടെസ്ലയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഏകദേശം $35,000 YU7ന്റെ വില. ഇത് ടെസ്ലയുടെ ജനപ്രിയ മോഡലായ മോഡൽ Yയേക്കാൾ 4% കുറവാണ്. വില കുറവാണെങ്കിലും ടെസ്ലയേക്കാൾ മികച്ച പ്രകടനവും കൂടുതൽ സൗകര്യങ്ങളുമാണ് ഷവോമി വാഗ്ദാനം ചെയ്യുന്നത്. ഈ ഘടകങ്ങളാണ് ഉപഭോക്താക്കളെ ഇത്രയും ആകർഷിച്ചത്. ചൈനീസ് വിപണിയിൽ ടെസ്ലയുടെ ആധിപത്യത്തിന് ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ചൈനയിലെ ഉപഭോക്താക്കൾ ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ബ്രാൻഡുകളെ കൂടുതൽ പിന്തുണയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഈ സാഹചര്യം വിപണിയിൽ പിടിച്ചു നിൽക്കാൻ വില കുറയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ടെസ്ലയെ നിർബന്ധിതരാക്കിയേക്കാം. എങ്കിലും ഷവോമിക്ക് മുന്നിൽ വെല്ലുവിളികളുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ. ഷവോമിയുടെ തന്നെ മറ്റൊരു മോഡലായ SU7 ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് മോഡൽ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചത് വാഹനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ വിശ്വാസം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കരിഞ്ചന്ത. വൻതോതിലുള്ള പ്രീ ഓർഡറുകൾ കരിഞ്ചന്തയിൽ മറച്ചു വിൽക്കുന്നതും കമ്പനിക്ക് തലവേദനയായിട്ടുണ്ട്. ഷവോമിയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ചൈനീസ് സർക്കാരിന്റെ ശക്തമായ പിന്തുണയുമുണ്ട്. സ്വന്തം രാജ്യത്തെ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചൈന ഇലക്ട്രിക് വാഹന രംഗത്ത് ലോക നേതാവാകാൻ ശ്രമിക്കുകയാണ്. ഇത് അവർക്കൊരു ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ചുരുക്കത്തിൽ ഷവോമിയുടെ YU7 ഇലക്ട്രിക് വാഹന വിപണിയിലെ മത്സരത്തിന്റെ ഗതി മാറ്റുകയാണ്. കുറഞ്ഞ വിലയും മികച്ച സാങ്കേതിക വിദ്യയും ഷവോമിയുടെ ശക്തിയാണെങ്കിൽ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നത് അവരുടെ ആഗോള തലത്തിലുള്ള ഭാവിക്ക് നിർണായകമാകും. ചൈനയിൽ തുടങ്ങിയ ഈ മത്സരം ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് വാഹന വിപണിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.